ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് നമ്മുടെ മുടി നരച്ച മുടീനെ കട്ട കറുപ്പാക്കാനും അതുപോലെ തന്നെ മുടി നല്ല ആർത്തി കിളുക്കാനും മുടി പൊടിച്ചിൽ മാറാനും താരം മാറാനും എല്ലാത്തിനും പറ്റിയ അടിപൊളി കിടക്കാച്ച ഒരു സൂത്രമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഈ ഒരു സാധനം മാത്രം മതി. ഈ ഒരു ഇലകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നരച്ച മുടീനെ കട്ട കറുപ്പാക്കുകയും മുടി നല്ലപോലെ കിളുക്കുകയും ചെയ്യും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് 3 പേരയിലയാണ് കേട്ടോ. ഇതെല്ലാവരും വീടുകളിൽ കാണും പേരയില. പേരയിലയുടെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലേ. ഇത് വെള്ളം കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ, ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയുന്നതാണ്. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയെ നരച്ച മുടിയിൽ ഒക്കെ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ തന്നെ പൊഴിച്ചിലൊന്നും ഇല്ലാതെ അലർജി ഇല്ലാതെ നല്ല രീതിയിൽ വളരാനും സഹായിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് നെറ്റ് കൊടുക്കുന്ന ഒരു തണ്ട് പനിക്കൂർക്കലയാണ്. പനിക്കൂർക്കലേക്ക് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജലദോഷം കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്നതാണ് നമ്മുടെ പനിക്കൂർക്കല. അതുപോലെ തന്നെ പനിക്കൂർക്കല മുടി നല്ല നരച്ച മുടിയെ കറുപ്പാക്കാനൊക്കെ സഹായിക്കുന്നതാണ്, മുടി വളരാൻ സഹായിക്കുന്നതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഞാൻ ഇന്നത്തെ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനെല്ലാം എല്ലാവർക്കും അറിയാമായിരിക്കും. അതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകം, പിന്നെ 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഉലുവ, ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതേ അളവിൽ തന്നെ എല്ലാം 1 ടീസ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ തേയിലപ്പൊടി. ഇത്രയും കൂടി ഇട്ടതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1.5 ഗ്ലാസ് അല്ലെ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിന് 1 ഗ്ലാസ് ആക്കി മാറ്റുക. എന്നിട്ട് നല്ല തിളപ്പിച്ച് കുറുക്കി ഇതിൻ്റെ സത്ത് ഫുള്ള് വരുന്നിടം വരെ നമുക്ക് ഇത് തിളപ്പിച്ച് ഫ്ലെയിം കുറച്ചിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കണം. 1 ഗ്ലാസ് ആകുന്ന രീതിയിലാക്കണം. പിന്നെ ഇവിടെ 1.5 ഗ്ലാസ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ അനുസരിച്ച് വെള്ളം മതിയാവും. ഒറ്റ ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരാഴ്ചത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഇത് വയ്ക്കുക, ഞാൻ ഇത് നടുപ്പത്ത് വെച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം സത്തുകളും നല്ലപോലെ ഇതിനകത്ത് ഇറങ്ങും. പക്ഷേ നമ്മൾ അന്ന് തന്നെ ഇത് യൂസ് ചെയ്യരുത്, പിറ്റേന്നാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ടാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ കണ്ടു നോക്കിയാൽ ഈ നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് രാവിലത്തേക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മുടി നല്ല പോലെ നരച്ച മുടിയിൽ നല്ല രീതിയിൽ കറുത്ത് തിളങ്ങാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ നെല്ലിക്കാപ്പൊടി. ഇതോടെ 1 ടീസ്പൂണോട് ഇട്ടതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് രാവിലെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഹെയർ ഓയിലിൻ്റെ, ഹെയർ ടിപ്പിൻ്റെ, നരച്ച മുടി കറുപ്പിക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും നാച്ചുറലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ നമ്മുടെ ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഇത് ആ ഒരു ഇതെല്ലാം കൂടെ ഞാൻ നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് ഞെവിടിയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ട ഒരു കളർ കണ്ടില്ലേ. എന്നിട്ട് അരിച്ച് നമുക്കൊരു പാത്രത്തിലെടുക്കാം. ഇത് നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തലമുടിയിലേക്കെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞങ്ങൾ എപ്പോഴാണ് കുളിക്കുന്നത് അപ്പോൾ സാധാ പച്ചവെള്ളത്തിൽ ഇത് കഴുകി കളഞ്ഞാൽ മതി. ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. കാര്യം എനിക്കൊക്കെ ഒരുപാട് മുടിയൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി മുടിക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ, പൊട്ടിപ്പോക്കൽ, അതുപോലെ തന്നെ മുടിയൊക്കെ വരണ്ടിരിക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നപ്പോൾ എൻ്റെ മുടി നല്ല രീതിയിൽ വളരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുടിയൊക്കെ പൊടിച്ചിട്ട് കുറഞ്ഞു. അലർജി ഒന്നുമില്ല. എനിക്ക് അലർജി ഒന്നുമില്ല. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തതിന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. എനിക്ക് ഇത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമുക്ക് വലിയ അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. അപ്പോൾ എൻ്റെ കുട്ടികൾക്കും ഇതുപോലൊക്കെ തന്നെയാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. ഒരാഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ